2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും 15 മാസം ബാക്കി നിൽക്കുമ്പോൾ അഭിപ്രായ സർവേ പലതും വരുന്നുണ്ട്. ഇതൊക്കെ UDF അനുകൂല തരംഗമായി മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അഭിപ്രായ സർവേ അവസാനം വന്നപ്പോൾ ഇന്ത്യ ടുഡേയാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ നിമിഷം ഇലക്ഷൻ നടത്തിയ 110 സീറ്റ് UDF കിട്ടും. ഇവർ എവിടെയാണ് ഈ അഭിപ്രായ സർവേ നടത്തിയത് എനിക്കറിയില്ല. ഇതിന് മാറി അറിയത്തില്ലേ? പിന്നെ രാഷ്ട്രീയത്തിൽ 15 മണിക്കൂർ സമയമുണ്ട് മാത്രം. അതൊന്നും അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പം തന്നെ നോക്കി ഈ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് നിങ്ങൾ നോക്കണ്ട. അതിനുശേഷം നടന്നിട്ടുള്ള ബൈ ഇലക്ഷൻസ് നോക്കൂ. ഏതാണ്ട് നെക്ക പോയിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷനിൽ ജില്ലാ പഞ്ചായത്ത് LDF അല്ലേ ജയിച്ചത്. എന്തായാലും പേര് ശശിയോ വെള്ളനാട് ഡിവിഷനിൽ ജയിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിണറായിനോട് ആളുകൾക്ക് വിരോധം വെറുപ്പൊക്കെ അത് സത്യമാണ്. അത് പല കാര്യങ്ങൾ കൊണ്ടും ആളുകൾക്കുണ്ട്. ഇടയ്ക്കൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ കാര്യം നടത്തണമെങ്കിൽ പിണറായി വേണമെന്നൊരു ഫീലുണ്ട്. ആ കാര്യങ്ങൾ നടന്നുകൊണ്ട് സംസ്ഥാനം നേടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇതൊക്കെയുണ്ട്. ഇതിനിടയിൽ കൂടി ഇയാൾ ഒരുവിധം ഓടിച്ചു പോവുകയാണ്. പിണറായിക്ക് അതിനുള്ളൊരു ശേഷിയുണ്ട്. അതിന് മുമ്പേ ഈ സഹകരണ മേഖലയിൽ നിന്ന് വന്നതുകൊണ്ടും പാർട്ടി സിസ്റ്റം ഓടിച്ചുകൊണ്ടും പിന്നെ എതിർ വാക്കില്ലല്ലോ, ഒറ്റ വോയിസേ ഉള്ളൂ, എതിർ ശബ്ദമല്ല, ഭരണസ്തംഭനമില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയാണ്, പണിയെടുക്കും. ഇത് നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാർക്ക് അറിയാമെന്ന് വെച്ചിരിക്കുമ്പോൾ പണ്ടത്തെ പോലെ വീരല്ലാത്ത ആളുകളല്ല ഇപ്പോഴത്തെ നാട്ടുകാർ. അപ്പോൾ അത് സീനിയർ സിറ്റിസണായ നിങ്ങളൊക്കെ ആയിരിക്കും. അതിന് തൊട്ട് താഴ്ക്കുന്നത് ഞാനൊക്കെയാണ്. അപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ അവരും പുതിയൊരു തലത്തിലെത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ആകുമ്പോഴേക്ക് K-ഫോൺ എല്ലായിടത്തും K-ഫോൺ കിട്ടിയ സ്ഥലത്തൊക്കെ നല്ല പെർഫോമൻസാണ്. പിന്നെ അതേപോലെ റോഡുകളുണ്ട്, ഇത്തിരി പെട്ടെന്നാണ്. ഇപ്പം നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ബ്ലോക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പണി നടക്കുന്നുണ്ടോ, ഇലക്ഷൻ ആകുമ്പോഴേ പണിയൊക്കെ തീർക്കും, ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തു തീർക്കും. നാട്ടുകാർക്ക് അത് മതി. റോഡ് നന്നാകും, കാര്യങ്ങൾ നടക്കും, സപ്ലൈകോയിൽ സപ്ലൈകോ സാധനമാവും. പിന്നെ ഈ സ്ഥാനാർത്ഥികളെന്ന് വെച്ചാൽ ഈ LDF സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി വെച്ചാൽ ആദ്യം അവിടെ എത്തിയ CPM ആളായിരിക്കും. നോക്കിയാൽ മതി. എന്നിട്ട് അയാൾ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ അയാൾ ചെയ്ത്. പിന്നെ അത് മുമ്പാണെങ്കിൽ ഇവർക്കൊരു ഒടുക്കാത്ത പാർട്ടി നോക്കലുണ്ടായി. ഇപ്പം അതുമില്ല. പിണറായി കൃത്യമായ റെസ്ട്രിക്ഷൻ നാട്ടുകാരുടെ വിഷയങ്ങൾ ഇടപെടണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ പോലെ കൊലപാതക രാഷ്ട്രീയമല്ല. പിണറായി CIT ഉണ്ടായിട്ടില്ല. ആപ്പാട് SFIക്കാരാണ് നാണക്കേട് ഉണ്ടാക്കുന്നത്. കണ്ട അലവലാദികളെ മൊത്തം സപ്പോർട്ട് ചെയ്യും, കണ്ട അലവലാദികളെ മൊത്തം ഇതിലേക്ക് ചാക്കിലേക്ക് പിടിച്ച് കയറ്റി നവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഗഗാധനൊക്കെ പോലുള്ള ചില നേതാക്കന്മാരുണ്ട്. ഇങ്ങനെ അലവലാദിത്തരങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഗഗാധനെ മാറ്റി അവിടെ വയനാട്ടിൽ. അതർവൈസ് CPM പറ്റി പൊതുവെ ഈ ലോക്കൽ നേതാക്കൾ ഇപ്പോൾ പ്രശാന്ത് വട്ടിയൂർക്കാവും. പ്രശാന്തിനോട് ആർക്കും ഒരു എതിർപ്പില്ലല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സ്റ്റീഫൻ, എന്താ അയാളുടെ പേര്, അൻസലൻ. ഇവരൊക്കെ അൻസലൻ എന്നൊക്കെ നിങ്ങൾക്ക് പേരൊക്കെ കേൾക്കുമ്പോൾ പുറത്തുള്ളവർക്ക് വല്ല എന്ത് പേര് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അൻസലൻ അവിടെ വളരെ പോപ്പുലറാണ്. ഹരീന്ദ്രൻ നായർ. പിന്നെ ആന്റണി രാജു. പിന്നെ ആന്റണി രാജു പണ്ടേ ഇപ്പം നാട്ടുകാരുടെ ഇടയിൽ കറങ്ങി പറയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയാണ് ഈ CPM രീതി. ഇനിയിപ്പോൾ ഇവരെ അൻസലനും ഹരീന്ദ്രൻ നായരും കടകംപള്ളിയൊക്കെ മാറേണ്ടി വരും 2 ടൈം വരുമ്പോൾ. മാറി വരാൻ പോകുന്ന ഇതിലും ജനങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ആളുകളായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ലോക്സഭയിൽ എന്ന് വെച്ചാൽ ഒരു വലിയ മണ്ഡലം പല സ്ഥാനാർത്ഥിനെ പോലും നാട്ടുകാർക്ക് അറിയണമെന്നില്ല. അത് ദേശീയ രാഷ്ട്രീയമൊക്കെ നോക്കി ആളുകൾ വോട്ട് ചെയ്യും. അത് കോൺഗ്രസിന് ദേശീയ പാർട്ടികൾക്ക് അനുകൂലമായിരിക്കും പൊതുവേ. ഇതല്ല, ഇത് നമുക്ക് പൊതുവെ അറിയുന്ന ആളുകളായിരിക്കും, മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ആളുകളായിരിക്കും സ്ഥാനാർത്ഥികൾ. വളരെ അപൂർവമായിട്ടാണ്. ഇപ്പോൾ ബാലുശ്ശേരി ഇപ്പോഴത്തെ MLA ആര്യയുടെ സച്ചിൻ എന്ന് വെച്ചാൽ ബാലുശ്ശേരിക്കാരനല്ല. പക്ഷേ സച്ചിൻ SFI% രീതിയിൽ അറിയാം. പിന്നെ ബാലുശ്ശേരി കുറച്ച കോട്ടയാണ്. പിന്നെ ചെറുപ്പക്കാരൻ അങ്ങനെ രീതിയിൽ ഇരിക്കുന്നതാണ്. അല്ലാതെ തന്നെ ലോക്കലുള്ള ആളുകളായി. ഇപ്പം മൊയ്തീൻ ആദ്യം MLA മുരളീധരനെതിരെ മത്സരിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ ആരാണ്. അപ്പം അവിടെ എനിക്ക് ഇങ്ങനെ ആരാന്നുള്ളല്ലോ. മൊയ്തീനായ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അവിടെ വളരെ പോപ്പുലറായ ആളായിരുന്നു. അപ്പം അത് ഇങ്ങനൊരു ഗുണം CPM ഉണ്ട്. അത് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ എത്തുക BJP ആണ്. ഓക്കെ, ഈ സേവാഭാരതി ഈ ടീമാണ് ആദ്യത്തെ എത്തുന്നത്. കോൺഗ്രസ്സുകാർ എത്തിയെന്ന് വരും, പക്ഷേ അവർ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സിസ്റ്റം ഇല്ല അവർക്ക്. ഈ CPM സേവാഭാരതി ഉണ്ട്. സേവാഭാരതി പിന്നെ കുറച്ച് ജാതി മതമൊക്കെ നോക്കും. CPM അത് നോക്കിയില്ല. പണ്ട് രാഷ്ട്രീയം നോക്കിയാൽ ഇപ്പോൾ അത് നോക്കിയില്ല. പിന്നെ ഇതിൻ്റെ പ്രശ്നമുണ്ട്. ഇത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ റിയാലിറ്റിയാണ്. പിന്നെ കോൺഗ്രസിലേക്ക് ആളുകൾ നോക്കുമ്പോൾ എന്താണ്, അവിടെ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല. എന്തൊക്കെ സംഭവിക്കുന്ന കാര്യം ഉറപ്പില്ല. അതുകൊണ്ട് എരുതിയിൽ എണ്ണ വയ്ക്കുന്ന പോലെ ചില ആളുകൾ എന്നുണ്ട്. നമ്മൾ ജയശങ്കർ സാധാക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഉപ്പായം തയ്ച്ച് വെച്ചിരിക്കുകയെന്ന് പറയുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടി ഒന്ന് മുഖ്യമന്ത്രിയാകുന്ന കേരളത്തിൽ പൊതുസമൂഹത്തിനല്ല, നോൺ മുസ്ലിംസിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്.
പണ്ട് നിങ്ങൾ CH ആയില്ലേ, CH തിരാലായിട്ട് 6 മാസം കഴിഞ്ഞ് രാജിച്ചു കൊണ്ടു വന്നു. അപ്പം പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവാൻ ശ്രമിക്കുകയില്ല. കാരണം അതറിയാം. കാരണം അങ്ങനെ വന്നതിന് കേരളത്തിൽ പൊളറൈസേഷൻ ഉണ്ടാവും. ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാൻ പറ്റും 6 മാസത്തേക്ക്. അതോടുകൂടി കേരളത്തിൽ മുസ്ലിങ്ങൾ ഭീകരമായി ഒറ്റപ്പെടും. അപ്പം 5-ാം മന്ത്രി സ്ഥാനമാണ് ഈ തുടർച്ചയായ പ്രതിപക്ഷ സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത്. അത് അവർക്ക് അറിയാതെ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ 2 ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ ഭരണസ്തംഭനം ഉണ്ടാവും. എന്നാൽ സതീശനാണെങ്കിൽ രമേശ് ഭരിക്കും, രമേശാണെങ്കിൽ സതീശൻ ഭരിക്കും എന്ന രീതിയിലുള്ള കാര്യം. പിന്നെ ഓരോ വകുപ്പുകൾ ഘടകകക്ഷികളുടെ സാമ്രാജ്യമായിരിക്കും. വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതല്ലല്ലോ, ഏത് വകുപ്പാണെങ്കിലും പിണറായി പറഞ്ഞാൽ അപ്പോൾ ഒരു വകുപ്പും നീങ്ങില്ല. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ. മറ്റേതെന്ന് വെച്ചാൽ CPM പ്രതിപക്ഷത്ത് തന്നാൽ പിന്നെ അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർ പണ്ടത്തെ സ്വഭാവം എടുക്കേണ്ടി വരും. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഇതെല്ലാം വെച്ച് നാട്ടുകാർ പൊതുവെ എനിക്ക് തോന്നുന്നത്, ഞാൻ ലോജിക്കലായിട്ട് മാത്രം ഈ കാര്യങ്ങൾ കാണും. അല്ലാതെ എനിക്ക് ഈ പറയുന്നതിൻ്റെ ഇമോഷണൽ സംഭവമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇലക്ഷൻ അനാലിസിസ് ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. ഇപ്പം ഡൽഹി ഇലക്ഷൻ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്താ അരവിന്ദ് കെജ്രിവാൾ ജയിക്കും. രണ്ടാമത് നമ്മൾ ബജറ്റ് കഴിഞ്ഞതിന് ശേഷം ഡൽഹി. അപ്പോൾ നിങ്ങൾ എന്നോട് വെച്ചാൽ എന്താ സംഭവം? ഞാൻ പറഞ്ഞു ഇനിയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ബജറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. അതിനല്ലേ സംഭവിച്ചത്. അപ്പോൾ ഇനിയിപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് പിന്നെ ശമ്പള കമ്മീഷനൊക്കെ വരുന്നുണ്ട്. ശമ്പള കമ്മീഷൻ വരുന്നുണ്ട്. പക്ഷേ ശമ്പള കമ്മീഷൻ ഞാൻ പറയുന്നത് ശമ്പള കമ്മീഷൻ ഒന്ന് പിടിച്ചു വെക്കുന്നത് നല്ലതാണ്. ഉദ്യോഗസ്ഥന്മാരത് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് ശരിയാക്കിയതിന് ശേഷം ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഉദ്യോഗസ്ഥന്മാർ കൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ്. ശമ്പള കമ്മീഷൻ പിടിച്ചു നിർത്തേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത്. ആ സമയത്ത് പോലും പരിഷ്കരണം. അന്ന് ഈ ഇലക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാർ ഒപ്പീനിയൻ മേക്കേഴ്സാണ്. ഓരോ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ഗ്രാംഷിയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ലോക്കലി ഈ മാഷുമാരും ഈ ഉദ്യോഗസ്ഥന്മാരുമാണ്. അവർ ആ ഭരണം ഭയങ്കര മോശമാണ്, അതിൽ നാട്ടുകാരെ വിശ്വസിക്കും. അത് ഉദ്യോഗസ്ഥന്മാർ കൂടി ഈ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. ശമ്പളം വർദ്ധിപ്പിക്കുകയും വേണം. അതിന് വിലക്കയറ്റം വളരെ രൂക്ഷമാണ്. പ്രോബ്ലം എന്താണ്? സംസ്ഥാന സർക്കാർ നിങ്ങൾ വരവും ചെലവും നോക്ക്, വലിയ വ്യത്യാസമുണ്ട്. വലിയ കമ്മിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി എവിടെ പോയി ഇടിച്ച് ദിവസം KSRTCയിൽ ജീവനക്കാരുടെ അവസ്ഥയാവില്ല. അപ്പം ഈ ശമ്പള കമ്മീഷൻ വരുമ്പം പുതിയ ശുപാർശ നടപ്പിലാക്കുമ്പോൾ ഏതാണ്ട് 1000 കോടിയുടെ അധിക ബാധ്യതയാണ് വരുന്നത്. ഇത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനൊക്കെ പറ്റി. ഇലക്ഷൻ കഴിയുന്നേരം അതിന് കഴിഞ്ഞ ശേഷം ആ തോമസ് ഐസക്ക് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 35% വരെ ശമ്പളം പിടിക്കാമെന്ന്. പിന്നെ 5 വർഷത്തേക്ക് ഇലക്ഷനും ഇല്ല. എന്ത് ചെയ്യും? അല്ല, ഈ UDFൻ്റെ ഒരു തരംഗം ഉണ്ടാക്കും എന്ന അഭിപ്രായ സർവേ പറയുമ്പോഴും BJPക്കും ഒരു സ്പേസ് ഇല്ല. BJPൻ്റെ സ്പേസ് കൂടും. അവർ പരസ്പരം കളിച്ച് സീറ്റ് കളഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് 5 സീറ്റ് തൊട്ട് 10 സീറ്റ് വരെ കിട്ടും. പക്ഷേ പരസ്പരം കളിഞ്ഞ ഒരു കളിച്ച സീറ്റ് കളഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ നിർണായകമാകത്തില്ലേ ഈ 10 സീറ്റ് വരെ? 10 സീറ്റ് അത് ഇവർ തമ്മിൽ വലിയ വ്യത്യാസം. ഈ 118 സീറ്റ് വ്യത്യാസമാണ്, അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. ചെറിയ വ്യത്യാസമൊക്കെ ആണെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, BJP എനിക്ക് മിക്കവാറും ക്രോസ് വോട്ട് ചെയ്യും. അങ്ങനെ ഒരു തവണയും കൂടി UDFനെ പ്രതിപക്ഷത്ത് നിർത്തി കഴിഞ്ഞാൽ അടുത്ത തവണ BJP നല്ല സ്കോപ്പാണ്. അതാണ് BJPൻ്റെ പരിപാടി. ഇങ്ങനെ അല്ലാതെ അന്തം അവർ പറ്റുമല്ലോ. അപ്പം അവർ ചിലപ്പോൾ LDFനെ ക്രോസ് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ പൊതുവെ നമ്മൾ എപ്പോഴും കേരളത്തിൽ കണ്ടിട്ടുള്ളത് LDF. പിന്നെ വേറൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ക്രോസ് വോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 12 സീറ്റ് LDFന് കിട്ടുമെന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ LDFിൻ്റെ ഘടകകക്ഷികളെല്ലാം ശക്തമായിട്ട് പിന്നാലെ നിൽക്കും. ഈ സെൻട്രൽ ട്രാവൽ റീജിയണൽ പിന്നെ മാണി കോൺഗ്രസ് ഒക്കെ. പക്ഷെ അതുണ്ടായില്ല. മാത്രമല്ല പ്രധാന സീറ്റുകൾ ഞാൻ മനസ്സിലാക്കിയതോളം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് BJPക്കാർ. അതിന് കോൺഗ്രസിനുള്ള സ്നേഹം കൊണ്ടതല്ല, മോഡീൻ്റെ സീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മോഡീൻ്റെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നതിന് അതിൽ BJP കോൺഗ്രസിൻ്റെ സീറ്റ് കൂട്ടേണ്ടിയിരുന്നു. അതിനുവേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരനൊന്നും ആവശ്യമുള്ള വോട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ മോഡിയുടെ ഒരു സീറ്റ് കുറഞ്ഞു ഇവിടെ. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള അടിവലികൾ നമ്മളറിയില്ല. ഇത് ഞാൻ അറിഞ്ഞപ്പോഴാണ് അറിയാം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാവും എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, നീ പറയും പോലെ ഒന്നല്ല, ഒരു സീറ്റെല്ലാം ജയിച്ചാൽ ഭാഗ്യം LDF. ഞാൻ പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ബോധ്യം ഉണ്ടല്ലോ, അദ്ദേഹം എന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞത് നീ മണ്ടത്തരം പറയണ്ടെന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ ബോധ്യമുള്ളതാണ് ഞാൻ 12 എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അത് എൻ്റെ കണക്ക് ഇതായിരുന്നു. ഈ പറഞ്ഞ പിന്നെ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് RSSന് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ പതുക്കെ മതി, അഹങ്കാരം കൂട്ടണ്ട. കേരളത്തിൽ ചില BJP നേതാക്കൾ നമ്മൾ ഒതുക്കേണ്ടതുണ്ടെന്നൊക്കെ RSSന് തോന്നിക്കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. അത് നമ്മളെ കയ്യിൽ നിൽക്കുന്നതല്ല. നമ്മൾ പൊതു ട്രെൻഡ് വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നെക്ക് ഇലക്ഷൻ നടക്കുന്നത് സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടോ? അതാണ് നമ്മൾ സുരേഷ് ഗോപിനെ പറഞ്ഞത്. രാജീവിടെ ഇരിക്കേണ്ടത്. രാജീവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായി RSS വോട്ട് വീണാൽ മതിയായിരുന്നു, രാജീവ് ഇരിക്കുകയായിരുന്നു. ആ ഇൻഡ്യൂഷൻസൊക്കെ ശരിയായിരുന്നു. പക്ഷേ ഈ UDF ഒരു തരംഗം ഉണ്ടാക്കുമെന്ന് അഭിപ്രായ സർവേ പറയുന്നുണ്ടെങ്കിലും, ഇനി അതല്ല LDF ആയിരിക്കും വീണ്ടും ആധിപത്യത്തിലേക്ക് വരുന്നെന്ന് പറയുമെങ്കിലും LDF ഒരു തരംഗമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ. തരംഗമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഒരു 80-85 സീറ്റൊക്കെ അതേ ചെയ്യേണ്ട കാര്യം മുസ്ലിംസിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ, അത് മാറ്റണം. അതിലിപ്പോൾ എനിക്കൊന്ന് ആരിഫിനെയൊക്കെ പോലുള്ള ആളുകളെ, എനിക്കിപ്പോൾ ആരിഫ് ഞാൻ പറയുന്നത്, എനിക്ക് അറിയാവുന്ന ഒരാളിപ്പം പുറത്തേക്കുന്നത് എന്ന് വെച്ചാൽ വിശ്വാസി പ്ലസ് പാർട്ടിക്കാരൻ കൂടി ആയിട്ടുള്ള, ഇത് രണ്ടും കൂടി ആയിട്ടുള്ള ആൾ ആരിഫാണ്. അങ്ങനെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും. ചിലപ്പോൾ ഞാൻ കോപ്പിൻ്റെ കാര്യം പരിഗണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കോപ്പിനില്ല, ഒരു ആളുകളുടെ റെസ്പെക്റ്റ് ഉണ്ട്. കോപ്പിൻ്റെ പാർട്ടിക്കാർക്കോ ഒക്കെ എതിർപ്പൊക്കെ ഉണ്ടാവും, ആളുകൾക്കിടയിൽ കോപ്പിനൊരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കാം. കോഴിക്കോട് പ്രദീപ് കുമാർ ഒരു പുതിയ ഇമേജുള്ള ലോക്സഭ ഇലക്ഷൻ തോറ്റോ നോക്കണ്ട, അത് വേറൊരു കാര്യമാണ്. അങ്ങനെ തോറ്റോ നോക്കുകയാണെങ്കിൽ പല ആളുകളെയും നമുക്ക് നോക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ, പ്രദീപ് കുമാർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകാൻ തന്നെ യോഗ്യതയുള്ള ഒരാൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ അടുത്ത് വന്നതായിരുന്നു. അന്ന് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഒരു അകൽച്ച വന്നു. അപ്പോൾ അകൽച്ച ഓർക്കണമെങ്കിൽ ആ കമ്മ്യൂണിറ്റി കൂടി അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സീറ്റ് കൊടുത്തില്ല അവരെ പാർട്ടി ഹൈറാർക്കിയിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിലും പറയാം, പക്ഷേ ജയിക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജയിക്ക് എനിക്കറിയില്ല, പള്ളിയിൽ പോകുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ളൊരു വിഭാഗത്തെ കൂടി ഉയർത്തിക്കൊണ്ട് ഈ പള്ളിയിലും പോകുന്ന എന്നാൽ പാർട്ടിക്കാരായിട്ടുള്ള ഈ പ്രദേശസപരമായ കടുംപിടുത്തങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളൂ. ഈ മൈനോറിറ്റിയിലാണ് ഇമ്പോർട്ടൻ്റ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ നയ കമ്മ്യൂണിറ്റിയിലൊക്കെ ഈ ക്ഷേത്രത്തിൽ പോകാൻ സമ്മതിക്കാത്തതുകൊണ്ട് പാർട്ടി വിട്ട ആളുകളൊക്കെ എനിക്കറിയാം. കേരളത്തിലെ വലിയൊരു ക്രിക്കറ്ററുടെ അച്ഛൻ CPI തന്നെയാണ്. അതായത് ക്ഷേത്രത്തിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് സൈഡായി. അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ ദൈവമുണ്ട്. അപ്പം അത്തരം കടുംപിടുത്തങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാൽ കുറച്ച് ബുദ്ധിപരമായി നീങ്ങിയാൽ CPM-ന് അല്ല LDF-ന് നല്ല സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഹിന്ദുക്കളെ ഉറപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജിഹാദി എലിമെൻറ്റുകളെ പ്രൊമോട്ട് ചെയ്യരുത്. ഈ വിശ്വാസികളെ പ്രൊമോട്ട് ചെയ്യണം ഞാൻ പറയുമ്പോൾ അത് പാർട്ടിക്കാരായ വിശ്വാസികളായിരിക്കണം. ഈ ജിഹാദികളെ പ്രൊമോട്ട് ചെയ്യരുത്. അതും കൂടി ശ്രദ്ധിക്കുക. അത് പെട്ടെന്ന് RSS-നെ എൻകാഷ് ചെയ്യാൻ പറ്റും. RSS രണ്ട് രീതി, BJP രണ്ട് രീതി പ്രചാരണം നടത്തും. ചില ആളുകളെ പറ്റി പ്രചാരണം നടത്തും, അവർക്ക് ഇതിൽ കാര്യമില്ല. അപ്പോൾ എന്നെ പറ്റി ഞാൻ നാളെ സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിച്ചു പിന്നെ പ്രചാരണം നടത്തുമ്പോൾ ജിഹാദി എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തും, പക്ഷേ അവർക്ക് അതിൽ കാര്യമില്ല, കാര്യമില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ ആ രീതിയിൽ അത് തന്നെ കാണുള്ളൂ. ഓർജിനൽ ജിഹാദി വന്നാലോ അത് മൊത്തം അവർ ഈഗോ ഹർട്ട് ചെയ്യും. അത് പിന്നെ അവർ തോൽപ്പിക്കാനുള്ള പണി വരും. അവർ വിചാരിച്ച പദത്തിലൂടെ തോൽപ്പിക്കാനും പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.